കൊറേ നേരമായി ഇവിടെ ചുറ്റിപ്പറ്റി വെക്കുന്നത്. എന്തുവാ ആലോചിക്കുവാണ് എന്ത് എന്ത് ഇതിപ്പേ 2 കുഞ്ഞുങ്ങളെ ഞാൻ നോക്കണമല്ലോ. എന്റെ ഇത്തിരി കുഞ്ഞ സമയത്തുണ്ടല്ലോ എനിക്ക് ഇതൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു വാങ്ങണമെന്ന്. പക്ഷെ അന്നുള്ള അതിനുള്ള സാമ്പത്തിക സ്ഥിതി നമുക്കില്ലായിരുന്നു. നമുക്കല്ല എനിക്ക് ഒട്ടും ഇല്ലായിരുന്നു. ഈ യൂട്യൂബേഴ്സിന്റെ മാത്രം വീഡിയോസ് കണ്ടുള്ളൂ ഇതൊക്കെ അൺബോക്സ് ചെയ്യുന്നതും അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ കളക്ഷൻസ് അല്ലെങ്കിൽ പൈസ ഉള്ള ആൾക്കാരുടെ വീട്ടിൽ കണ്ടുള്ളൂ. കണ്ടപ്പോ എനിക്കൊരു ഒരു ചാറ്റാട്ടം. വേണോ കൊച്ചിന്? എടുത്തോ, വാങ്ങിത്തരാം. എടുത്തോ, കുഴപ്പമില്ല, ഞാൻ വാങ്ങിത്തരാന്ന്. എടുത്തോ, ഏതാ വേണ്ടെന്ന് വെച്ചാൽ എടുത്തോ. അത് പിന്നെ നോക്കാം. ഇത്രയൊക്കെ ഇമോഷണൽ ആയിട്ട് സംസാരിച്ചിട്ട് എന്തുകൊണ്ടാണ് വിനോദം എടുക്കാതെ പോയതെന്ന് നിങ്ങൾ ചിന്തിച്ചോ? ഞാനും അത് ചിന്തിച്ചു. പക്ഷെ എനിക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടി. ഞാൻ അതിന്റെ വില നോക്കിയപ്പോഴത്തേക്ക് ഈ ആക്ഷൻ ഫിഗേഴ്സ് എല്ലാം അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അവിടുത്തെ ഒരു തായ്ബത്ത് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ 3 ഇരട്ടിയാണ്. എന്തായാലും അവൻ ആഗ്രഹിച്ചതല്ലേ, അവൻ ഓരോന്ന് പറഞ്ഞ് എന്നെ വെറുതെ ഇമോഷണൽ ഡാമേജ് ആക്കി. അതുകൊണ്ട് എന്തായാലും എനിക്കുട്ടിക്ക് അത് വാങ്ങിക്കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു. അവൻ നേരത്തെ ഇങ്ങനെ കുറെ നോക്കിക്കൊണ്ടിരുന്നതിന്റെ ഇടയിൽ 2 എണ്ണം എടുത്താണ് കൂടുതലായിട്ട് കൈ പിടിച്ചത്. അതിൽ ഒന്ന് ഈ അയൺമാനും പിന്നെ ഒന്ന് സ്പൈഡർമാനും ആണെന്നാണ് എന്റെ ഓർമ്മ. കാരണം എനിക്ക് ആക്ഷൻ ഫിഗേഴ്സിനെ പറ്റി മാർവലും ഡിസിനെ പറ്റിയൊന്നും വലിയ അറിവില്ല. അങ്ങനെ വിനുക്കുട്ട കുറച്ച് ഐറ്റംസ് ഒക്കെ ബില്ല് ചെയ്യാൻ പോയ ഗ്യാപ്പിൽ അവൻ അറിയാതെ ഈ 2 ആക്ഷൻ ഫിഗേഴ്സ് ഞാൻ പാക്ക് ചെയ്ത് ബാഗിലാക്കി അവൻ അറിയാതെ ബില്ല് ചെയ്ത് ഒരു കണക്കിന് അവിടെ നിന്ന് കടത്തി കൊച്ചി എത്തിച്ചു. വിനു കാണാതെ ഇത് ഒളിപ്പിച്ച് കൊണ്ടുവരല് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയായിരുന്നു. അതുകൊണ്ട് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ വെച്ച് തന്നെ ഇത് ആളെ ഏൽപ്പിക്കാന്ന് ഞാൻ തീരുമാനിച്ചു. ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയ തായ്ബത്ത് ഇന്ത്യയിൽ എത്തിയപ്പോഴത്തേക്കും കൺവേർട്ട് ചെയ്യാൻ വേണ്ടി വിനുക്കുട്ട നിൽക്കുന്ന ഗ്യാപ്പിൽ അമ്പുടുമോന്റെ സ്ട്രോളറിൽ ഞാൻ ആ 2 സാധനവും വെച്ചു. എന്നിട്ട് അവനെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, നോക്കടാ അമ്പുടു കുഞ്ഞ് എഴുന്നേറ്റു എന്ന്. ഈശ്വര, അവൻ കണ്ണു തുറന്നോ എന്ന് പേടിച്ച് അവൻ ഇടി വെട്ടിയ പോലെ നോക്കിയപ്പോഴത്തേക്കും അമ്പുടു കുഞ്ഞ് ഉണർന്നിട്ടില്ല. അവൻ സ്റ്റിൽ സ്ലീപ്പിംഗ് ആണ്. പക്ഷെ ആ 2 സാധനം കണ്ട് അവനങ്ങ് സന്തോഷമായി. കുറേ നേരത്തേക്ക് വിനുക്കുട്ട പിന്നെ അങ്ങ് എനിക്ക് വേറെ പഴഞ്ചൊല്ലൊന്നും കിട്ടുന്നില്ല. എലി പുന്നല് കാണുമ്പോൾ ഒരു ചിരി ചിരിക്കത്തില്ലേ, അത് കണക്കൊരു നല്ല പുഞ്ചിരി ചിരിച്ചോണ്ട് നിൽക്കുമായിരുന്നു. കുറേ നാളായിട്ട് തായ്ലൻഡ് പോയതിന്റെ വീഡിയോ വിനുച്ചേട്ടൻ ഡബ് ചെയ്യുന്നത് മാത്രം കേട്ട് കേട്ട് സുഖിച്ചു പോയ നിങ്ങൾക്ക് ഇപ്പൊ എന്റെ ഡബിങ് ഇഷ്ടപ്പെടുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. അവൻ വല്ലാതെ പോപ്പുലർ ആകുന്നത് കൊണ്ട് അവനെ ഞാൻ അടിച്ചമർത്തി ഇനി മുതൽ ഞാൻ തന്നെയായിരിക്കും ഡബ് ചെയ്യുന്നത്. അല്ലട്ടോ ഗൈസ്, അവന് ഗിഫ്റ്റ് കൊടുക്കുന്ന വീഡിയോ അവൻ തന്നെ എങ്ങനെ ഡബ് ചെയ്യും, അവന് നാണം വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ഡബ് ചെയ്യുന്നത്. ഓക്കെ, കമ്മിങ് ബാക്ക് ടു ദ ഗിഫ്റ്റ്. ഇവൻ കാര്യമായിട്ട് പറയുന്നത് ഈ 2 സാധനം തന്നെയാണ് അവിടെ വെച്ച് ഞാൻ നോക്കിയത്, താൻ അത് തന്നെ കൃത്യമായിട്ട് എടുത്തല്ലോ എന്ന് പറഞ്ഞ് അവൻ എന്നെ അഭിനന്ദിക്കുകയാണ്. ചക്ക വീണപ്പോൾ മുഴയിൽ ചത്തു. മുയലിന്റെ തലയിൽ ചക്ക വീണു. അല്ല, ചക്ക ഇട്ടപ്പോൾ മുയൽ ചത്തു. എന്ത് വരുന്ന പഴഞ്ചൊല്ലി. എന്തുവാണെങ്കിലും ഞാൻ കറക്കി കുത്തി എടുത്തപ്പോൾ അത് കറക്റ്റ് ആയതാണ് എന്ന് ഞാൻ അവനോട് പറഞ്ഞില്ല. അവൻ വിചാരിച്ചോട്ടെ ഞാൻ കൃത്യമായിട്ട് അവന് വേണ്ടി അത് എടുത്തുകൊണ്ട് വന്നതാണ്. എന്തായാലും എനിത്തിങ് ഫോർ ഹിസ് സ്മൈൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവനിങ്ങനെ സർപ്രൈസ് ചെയ്ത് അവൻ്റെ ഈ ചിരി കാണാനായിട്ട്. അപ്പോൾ സർപ്രൈസ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ എന്നാ പിന്നെ എന്താന്ന് വെച്ചാൽ എനിക്ക് തന്നാട്ടെ എന്ന് പറഞ്ഞപ്പോഴേക്കും ആൾ എനിക്കൊരു ഉമ്മ തന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. സീരിയസ്ലി, മെൻ ആർ സിമ്പിൾ. അയ്യോ, അങ്ങനെ ഞാൻ പറയത്തില്ല, എനിക്ക് എല്ലാ ആണുങ്ങളുടെയും കാര്യം അറിയത്തില്ല. പക്ഷെ വിനുക്കുട്ട ഈസ് വെരി സിമ്പിൾ. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്താൽ മതി, അവന് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇതുപോലെ ആക്ഷൻ ഫിഗേഴ്സ് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാട്ടോ. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഓൺലൈനിൽ ഓർഡർ ചെയ്യാം. ബൈ ബൈ.